മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇതുവരെ നീറ്റിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിന് മുമ്പ് AIPMTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വയർ ബി സസ്പെൻഡഡ് ഫ്രം ദ സീലിംഗ് ആൻഡ് സ്ട്രെച്ച്ഡ് ബൈ എ വെയ്റ്റ് W attached to its free end. The longitudinal stress at any point of cross-sectional area capital A of the wire is. അപ്പോൾ ഈ വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ A ആണ്. അതിൽ നമ്മൾ W വെയിറ്റ് ഹാങ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്താ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു W വെയിറ്റ്, ഏരിയ പറഞ്ഞാൽ A ആണ്. സോ ഇവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? W/A. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷർ എന്ന് പറഞ്ഞാലും ഫോഴ്സ് ബൈ ഏരിയ. പിന്നെ എന്തിനാ രണ്ട് ക്വാണ്ടിറ്റി? അതിൽ ഈ പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാറാണ്. ഈ പ്രഷറിലെ ഫോഴ്സ് എപ്പോഴും ഏരിയക്ക് നോർമൽ ആവും എപ്പോഴും. പക്ഷേ സ്ട്രെസ്സിലെ ഫോഴ്സ് ഏരിയക്ക് നോർമൽ ആവണമെന്നില്ല. രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. നോർമൽ ഫോഴ്സ് ബൈ ഏരിയ, ഇറ്റ്സ് കോൾഡ് നോർമൽ സ്ട്രെസ്, അത് പ്രഷർ തന്നെയാണ്. ഇനി ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ, അതിന് നമ്മൾ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് സ്കേലാറും അല്ല വെക്ടറും അല്ല, ഇറ്റ്സ് കോൾഡ് എ ടെൻസർ. നേരെ മറിച്ച് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് സ്കേലാറാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം. A wire of length L, area of cross section capital A, is hanging from a fixed support. The length of the wire changes to L1, final length. Okay, when mass M is suspended from its free end, the expression for Young's modulus. Young's modulus എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, അതായത് നോർമൽ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്നാണ്. അതായത് F/A സ്ട്രെസ്, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ Δ_L/L. ഇവിടെ വെയിറ്റ് M ഈസ് ഹങ് ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ വയർ. അപ്പോൾ mg/A ആണ് സ്ട്രെസ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് L ആണ്, ഫൈനൽ ലെങ്ത് L1 ആണ്. അപ്പോൾ ഇലോങ്ങേഷൻ എന്താ? L1 - L ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് L. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? mgL ഡിവൈഡ് ബൈ A പിന്നെന്താ ഇൻറ്റു L1 - L വരും. mg പിന്നെ ഇൻറ്റു L. ഓക്കെ, A L1 - L. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ, two wires are made of the same material and have the same volume. ഒരേ മെറ്റീരിയൽ ആണ്, ഒരേ വോളിയം ആണ്. The first wire has cross sectional area A and the second wire has cross sectional area 3A. ഒന്ന് എന്താ? തിൻ വയറാണ്, മറ്റേത് നല്ല തടിച്ച വയറാണ്. ഓക്കെ, if the length of the first wire is increased by Δ_L on applying a force of capital F, how much force is needed to stretch the second wire by the same amount? ആ തടിച്ച വയറിനെ ഇതേ എമൗണ്ട് ഇലോങ്ങേറ്റ് ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും എന്നാണ് ചോദ്യം. അതിൽ ഇവിടെ നോക്കൂ, ഫോഴ്സ് F = YA/L × Δ_L എന്നാ. ഓക്കെ, വോളിയം രണ്ട് വയറിനും കോൺസ്റ്റൻ്റാണ്, സെയിം ആണ്. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നമുക്ക് ഏരിയയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം ലെങ്ത്ത് നമുക്കിവിടെ എന്താ പറയുക പറഞ്ഞിട്ടില്ല. അപ്പം ഈ ലെങ്ത്ത് നമുക്ക് കളയണം, എന്നിട്ട് അത് വോളിയം ആക്കണം. ലെങ്ത്ത് വേണ്ട, ഏരിയ വേണം, വോളിയവും വേണം. ലെങ്ത് ആണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിനോമിനേറ്ററിൽ L ഉണ്ട്, മേലെ ഏരിയ ഉണ്ട്. അപ്പം മേലെയും താഴെയും ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഡിനോമിനേറ്ററിൽ AL പറഞ്ഞാൽ അതിന് പകരം നമുക്ക് വോളിയം എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇത് വോളിയമാണ്, മാത്രമല്ല അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇത് വോളിയം ആണെങ്കിൽ ഇത് ഫിക്സ്ഡ് ആണ്, സോ ഇത് ഫിക്സ്ഡാണ്. ഓക്കെ, രണ്ടും ഒരേ മെറ്റീരിയൽ ആയത് കാരണം യങ്സ് മോഡ്യൂലസ് സെയിം ആണ്. പിന്നെ ആദ്യത്തെ വയർ Δ_L ഇലോങ്ങേറ്റ് ചെയ്തു, അടുത്ത വയറും അതേ ഇലോങ്ങേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വയറിൽ നിന്ന് അടുത്ത വയറിലേക്ക് വരുമ്പോൾ യങ്സ് മോഡ്യൂലസ് മാറുന്നില്ല, വോളിയം മാറുന്നില്ല, പിന്നെന്താ? ഇലോങ്ങേഷനും മാറുന്നില്ല, അതേ ഇലോങ്ങേഷനാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഏരിയ. അപ്പോൾ F പറഞ്ഞാൽ A'/A². ഈ A' 3 ടൈംസ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് വയറാണ്. അപ്പോൾ 3A/A, അപ്പോൾ 3² പറഞ്ഞാൽ 9 വരും. ഓക്കെ, അപ്പോൾ F' = 9F എന്ന് വരും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദി യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബ്രാസ്. ഓക്കെ, two wires of same length and same area of cross section, one of steel and another of brass, are suspended from the same roof. Same length ആണ്, same cross sectional area ആണ്. If we want to lower the ends of the wires to be at the same level, ഒരേ ലെങ്ത്തിൽ ഹാങ് ചെയ്ത് കിടക്കണ്ടേ. ഇനി ഇലോങ്ങേറ്റ് ചെയ്ത് ഒരേ ലെവലിൽ വരണമെങ്കിൽ എന്താ? ഇലോങ്ങേഷനും സെയിം ആവണം. ഈ ബ്രാസ് വയറിലും സ്റ്റീൽ വയറിലും ഒരേ ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, then the weights added to the steel and brass wires must be in the ratio.
അതിൽ നോക്കൂ, യങ്സ് മോഡ്യൂലസ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ എന്താ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ എന്നാ. അവിടുന്ന് നമുക്ക് എഫ് എന്താ വരിക, വൈ എ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടിൻ്റെയും ഏരിയ സെയിം ആണ്, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്, രണ്ടിൻ്റെയും ഇലോങ്ങേഷൻ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സി എ ഡെൽറ്റ എൽ എൽ ഇതൊക്കെ സെയിമാ. അപ്പോൾ നമുക്ക് എന്തോ പറയാം, ഇവിടെ ഫോഴ്സ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡ്യൂലസ് പറയാം. അതിൽ സി സ്റ്റീൽ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബ്രാസ്. ഓക്കെ, നമുക്കിവിടെ കാണേണ്ടത് എന്താ, സ്റ്റീൽ ആൻഡ് ബ്രാസ് എന്നാണ്. ഓക്കെ, അപ്പോൾ 2:1 വരും. അതായത് ഫോഴ്സ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡ്യൂലസ് ഓഫ് സ്റ്റീൽ ഈസ് ട്വൈസ് ദ യങ്സ് മോഡ്യൂലസ് ഓഫ് ബ്രാസ്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, see, the following wires are made of the same material. Which of these will have the largest extension when the same tension is applied? അതിൽ ഡെൽറ്റ എൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായത്. ഓക്കെ, ഇനി ഈ എന്താ പറയുക, നമ്മളുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഡെൽറ്റ എൽ ഈക്വൽ എഫ് എൽ ബൈ എ വൈ എന്നാ. എ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ, അതാണ് നോക്കൂ പൈ ഡി സ്ക്വയർ ബൈ 4, ഡി പറഞ്ഞ ഡയമീറ്ററാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ വരിക, ഡെൽറ്റ എൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് സെയിം ആണ്. ഓക്കെ, പിന്നെന്താ യങ്സ് മോഡുലസ് സെയിം, എല്ലാം ഒരേ മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, നിങ്ങൾ നോക്കൂ, ലെങ്ത് എല്ലാം നാല് സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്. അതിലെല്ലാവരും ലെങ്ത് സെൻറ്റിമീറ്ററിലാണ്, പിന്നെന്താ ഈ ഡയമീറ്റർ മില്ലിമീറ്ററിൽ. അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യാനും നിൽക്കണ്ട. ഇവിടെ ഏതിനാണ് മാക്സിമം എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കമ്പാരിസൺ മാത്രമേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കൺവേർഷന് നിൽക്കണ്ട. ഇവിടെ എന്താ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ഡി സ്ക്വയറാ. അപ്പോൾ ഫസ്റ്റ് എന്താ വരിക, 100/1² വരും. രണ്ടാമത് എന്താ വരിക, 200 ഡിവൈഡ് ബൈ ഇങ്ങനെ 200 ഡിവൈഡ് ബൈ 2² ബി. മൂന്നാമത് എന്താ വരിക, 300 ഡിവൈഡ് ബൈ 3². നാലാമത് എന്താ വരിക, 50² ബൈ 0.5². ഈ 1/0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് എഴുതി ഞാൻ. 1/2² പറഞ്ഞാൽ 1/4. 4 മേലെ പോകും. 4 × 5 എത്രയാണ്, 200 ആണ്. ഇവിടെ 100 ആണ്. ഇത് 200/4 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇത് 200 ആണ്. ഇവിടെ എത്ര വരും, 100/3 വരും. ഓക്കെ, അതായത് ഇവിടെ 100, ഇവിടെ 100/3 അത് പറ്റില്ല. ഇവിടെ എത്രയാണ്, ഇവിടെ 50 ആവും പറ്റില്ല. അതായത് ഇവിടെ 100 ഉണ്ട്, ഇവിടെ എത്ര, ഇവിടെ 200. അപ്പോൾ ഇവിടെയാണ് മാക്സിമം ഉള്ളത്. അതായത് ലാസ്റ്റ് ഓപ്ഷൻ, ഇവിടെ മാക്സിമം ഇലോങ്ങേഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2 wires A and B are of the same material. Their lengths are in the ratio 1:2. സെയിം മെറ്റീരിയൽ പറഞ്ഞ യങ്സ് മോഡ്യൂലസ് സെയിം ആണ്. Lengths are in the ratio 1:2 and their diameters are in the ratio 2:1. If they are pulled by the same force, then the increase in length will be in the ratio. അതിൽ ഡെൽറ്റ എൽ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എൽ ഡിവൈഡ് ബൈ എ വൈ എന്നാണ്. അതിൽ ആ എ ഞാൻ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരാം, ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ഡി സ്ക്വയർ വരും. ഓക്കെ, എൽ ബൈ ഡി സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 പറഞ്ഞാൽ L1 ബൈ L2 ഇൻറ്റു ഡി സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ 1/2 എന്നുള്ള ഇവിടെ എന്താ ഇൻവേഴ്സ്ലി ആയത് കാരണം d2/d1 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, L1 ബൈ L2 1/2 ആണ്. d1/d2 പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ d2/d1 എന്താ 1/2. അപ്പോൾ 1/2 സ്ക്വയർ വരും. സോ ഇറ്റ് വിൽ ബി 1/8. ഈ 1:8 എന്നാണ്. 1:8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. ഇവിടെ when a block of mass m is suspended by a long wire of length L, the length of the wire becomes L plus small l. അപ്പോൾ സ്മോൾ എൽ പറയുന്നത് ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, the elastic potential energy stored in the extended wire is half into force into elongation എന്നാ. എനർജി സ്റ്റോർഡ് half into force into elongation. അതിൽ നമുക്ക് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. അപ്പോൾ എക്സ്റ്റൻഷൻ കൂടുന്തോറും ഫോഴ്സ് കൂടും. എക്സ്റ്റൻഷൻ 0 ആകുമ്പോൾ ഫോഴ്സ് 0. എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ ആകുമ്പോഴെന്താ ആ ഫോഴ്സ് എഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ ഓർ ഇറ്റ് ഈസ് ഹാഫ് mgl. അതായത് ഇതാണ് എനർജി സ്റ്റോർഡ്, ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ വയർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്നുള്ളത്. ദി ബൾക്ക് മോഡ്യൂലസ് ഓഫ് സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഈസ് ക്യാപിറ്റൽ B. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ യൂണിഫോം പ്രഷർ P. The fractional decrease in radius is. അതിൽ ഇവിടെ നമുക്ക് ബൾക്ക് മോഡ്യൂലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഓർ ഇറ്റ്സ് ദ വോളിയം സ്ട്രെയിൻ.
അതിൽ ഈ ഡെൽറ്റ പി പോസിറ്റീവ് ആണെങ്കിൽ, അതായത് പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. സോ വി ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ, മൈനസ് ഡെൽറ്റ വി ബൈ വി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് സി വി ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാം വി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഈ നമ്മൾ എന്താ പറയുക സി ഈ ചേഞ്ച് പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക സി ഈ പവർ എടുക്കുക, വിയുടെ പവർ 1 1 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, this will be delta v by v equal to c delta v by v equal to minus of delta p divided by b എന്ന് വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആ ഡെൽറ്റ പി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ പ്രഷർ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് പ്രഷർ, നമ്മൾ കൊടുത്ത പ്രഷറാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ ബി വരും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ വി ബൈ വിക്ക് പകരം 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സി -3 ഡെൽറ്റ ആർ ബൈ ആർ ഈക്വൽ ടു പി ബൈ ബി, അതായത് റൈറ്റ് സൈഡിലെ പോസിറ്റീവ് ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഐ മീൻ നെഗറ്റീവ് ഇങ്ങോട്ട് എടുത്തു എന്നർത്ഥം. അപ്പോൾ ഈ മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഡിക്രീസ് ഇൻ റേഡിയസ്, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ അതല്ലേ സംഭവിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓവർ 3b വരും. പി പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് പ്രഷർ, പി ഓവർ 3b. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ സി വെൻ ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ വിത്ത് യങ്സ് മോഡ്യൂലസ് y is subjected to a stretching stress, yes, elastic energy per unit volume of the material is. ഇത് സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഈ എനർജി ഡെൻസിറ്റി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ബ്യൂട്ടിഫുൾ ഫോർമുലയുണ്ട്. അത് എന്താ, ഹാഫ് ഇൻറ്റു പിന്നെയോ സ്ട്രെസ്, half into stress, okay, into strain, half into stress into strain. Okay, that is the expression for energy density. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, this is energy density u equal to half into Young's modulus into c, strain ആണ് ഈ സിഗ്മ, strain സ്ക്വയർ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഹാഫ് സി പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, or it is the energy density, that is ഹാഫ് ഉണ്ട്, പിന്നെ സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണോ സ്ട്രെസ്സും യങ്സ് മോഡുലസും മാത്രമേ ഉള്ളൂ, സ്ട്രെയിൻ ആണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന എക്സ്പ്രഷനിലൊന്നും സ്ട്രെയിൻ സിഗ്മ ഇല്ല, സിഗ്മ ഈസ് ടു ബി റീപ്ലേസ്ഡ്. അപ്പോൾ നമുക്ക് സി ഇവിടെ സിഗ്മ പറഞ്ഞാൽ എസ് ബൈ വൈ വരും, എസ് ബൈ വൈ. അപ്പോൾ ഇവിടെ സിഗ്മയ്ക്ക് വേറെ എസ് ബൈ വൈ കൊടുത്താൽ മതി. അപ്പോൾ എസ് സ്ക്വയർ ബൈ 2y വരും, എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2y, എസ് സ്ക്വയർ ബൈ 2y പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. അതായത് ഈ ഇതിനകത്ത് സി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാ. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തില്ലേ ഒരു ഏത് വയറിനാണ് 4 വയർ തന്നിട്ട് ഏതിനാണ് മാക്സിമം എക്സ്റ്റൻഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. സി അതും ഒരു എന്താ പറയുക സി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ, ഇത് നല്ലതാണ്, മീൻസ് ഹാഫ് mgl പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. പിന്നെ നമുക്ക് ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്താ ഇത് പിന്നെ അങ്ങനെ കണക്കാക്കണ്ട, നിങ്ങൾ ദിസ് വൺ. ഓക്കെ, ഇതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പൊതുവേ ക്വസ്റ്റ്യൻസ് ഈ ഒരു എന്താ പറയുക മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് കുറവായിരിക്കും, അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.